വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് കുറച്ചായി. നമ്മളൊരു കുഞ്ഞ് ഡെലിവറി ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും മാഷാ അല്ലാഹ് എല്ലാം റാഹത്തായിട്ട് തന്നെ എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമ്മൾ ബാക്ക് ടു റൊട്ടീനാണെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഉലുവ ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പോസ്റ്റ് പാർട്ടം ഉള്ളവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, നമ്മളിപ്പോൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഉലുവച്ചോറായിരിക്കും. എന്തായാലും ഉലുവച്ചോറിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉലുവച്ചോറ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തലേ ദിവസമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് ഉലുവയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഇത് സൂചി ഗോതമ്പ് ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ. സൂചി ഗോതമ്പാണ്, ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതും 1/4 കപ്പ്, എല്ലാം ഒരേ മെഷർമെൻറ്റ് മതി. അത് അടുത്തത് ഒരു 1/4 കപ്പ് ചെറുപയർ, പച്ച ചെറുപയറില്ലേ അത്. അതേപോലെ തന്നെ സെയിം 1/4 കപ്പിൽ മട്ട അരിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളാണ് ഉള്ളത്. ഇത് സെയിം പ്രൊപ്പോർഷനിൽ തന്നെ ഇട്ട് കൊടുത്തേക്കാം. അതും 1/4 കപ്പ് തന്നെ മതി. നമ്മളിതിൽ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചീർത്ത് വരും. അപ്പോൾ തന്നെ അത്യാവശ്യം എമൗണ്ട് ഉണ്ടായിരിക്കും കേട്ടോ. ഇട്ടത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 4-5 വട്ടത്തോളം ഞാൻ വാഷ് ചെയ്തെടുക്കാറുണ്ട്, എന്നാലേ ഒന്ന് നല്ല ക്ലീൻ ആയ പോലെ തോന്നുള്ളൂ. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് നല്ല ക്ലീൻ വാട്ടർ അതിൽ ഒഴിച്ച് വെക്കണം. അത് എന്നിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തലേ ദിവസം ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, ഉലുവച്ചോറ് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. പിന്നെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലൊരു സാധനമാണ് ഈ ഉലുവച്ചോറ്. ഏറ്റവും മെയിനായിട്ട് പോസ്റ്റ് പാർട്ടത്തിലുള്ളവർക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന് മിൽക്ക് പ്രൊഡക്ഷൻ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയായിരിക്കും നമ്മൾ മെയിനായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഉലുവച്ചോറ് തലേ ദിവസം ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് കേട്ടോ. എന്നിട്ട് ഞാനത് ആ കുക്കറിൻ്റെ മൂടിയിൽ അത് അടച്ചു വെച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ രാവിലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതിലോട്ട് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയാണ്. അപ്പോൾ ഇതാ ചെറിയ ഉള്ളി ഒരു 5-6 അതേപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ പയറിട്ടിട്ടില്ലേ, അപ്പോൾ ഗ്യാസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇടുന്നത്. സോ അത് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇടുന്നതാണ് നല്ലത് കേട്ടോ. എന്നിട്ട് അത് ഞാൻ ഒരു സൈഡ് ആയിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിയണമെങ്കിൽ ചെറുതായിട്ട് അരിയാം. ഞാൻ ഈ ഒരു സൈസിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാണ് നന്നായി കുതിർന്ന് വന്ന ഉലുവച്ചോറാണ് കേട്ടോ. നമ്മൾ രാവിലെ തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിലുണ്ടാവുക. അതിനുശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച ആ ഒരു ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പ് കൂടി വേണം. ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ചും കൂടി വെള്ളം, ഒരു 1/4 കുക്കറായിരുന്നു ഞാൻ ആദ്യം സോക്ക് ചെയ്ത് വെച്ചപ്പോൾ 1/4 കുക്കർ വെള്ളമായിരുന്നു ഒഴിച്ചിരുന്നത്. അതൊരു 1/2 കുക്കറാക്കിയിട്ട് നല്ല കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കൂക്കിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 8 വിസിൽ വരെയാണ് ഞാൻ അത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൂക്കിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കുമ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് വരിക കേട്ടോ. അതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 8 കൂക്കാണ്. ഇനി ഉലുവേൻ്റെ അല്ലെങ്കിൽ ഏതിൻ്റെയെങ്കിലുമൊക്കെ ഡിഫറൻസ് അല്ലെങ്കിൽ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് മാറ്റം ഉണ്ടാകും. അപ്പോൾ നോക്കിയിട്ട് നന്നായിട്ട് അത് വെന്ത് വന്നിട്ടില്ലെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിലും കൂടി എടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വിസിൽ വന്ന ഈ ഒരു പരിവായ ഉലുവച്ചോറിലേക്ക് നമ്മളിതാ ഏകദേശം ഒരു 1-1.5 കപ്പ്, ഒരു 2 കപ്പോളം തേങ്ങയാണ് കേട്ടോ. തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്ത ആ തേങ്ങയാണ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എലമെൻ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തേക്കുക. എല്ലാ ഭാഗത്തും ആ തേങ്ങയും കൂടി എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉലുവച്ചോറ്. നമുക്ക് പോസ്റ്റ് പാർട്ടത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഫുഡായിരിക്കും ഉലുവച്ചോറ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഇത് കഞ്ഞി പോലെ ഒന്നും കൂടി ലൂസാക്കിയിട്ട് കുടിക്കുന്നവരും ഒക്കെ ഉണ്ടായിരിക്കും.
എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ഇതാണ്. അതുപോലെ തൂമിച്ചിട്ടൊക്കെ കുടിക്കുന്ന കാണാറുണ്ട്. എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.